നബി പറഞ്ഞു, അവന്റെ മൂക്ക് മണ്ണോട് ചേരട്ടെ, അവന്റെ മൂക്ക് മണ്ണോട് ചേരട്ടെ എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നാശം വരട്ടെ എന്നാണ് എന്റെ അർത്ഥം. അപ്പൊ ചോദിച്ചു, ആരാണ് നശിക്കേണ്ടത് നബിയെ? ആരോടാണ് നാശം വന്നു ചേരേണ്ടത്? ഒരുത്തനുക്കാണ് നാശം വരേണ്ടത്. അതിലൊക്കെ വാലിദി, അവൻ മാതാപിതാക്കളെ എത്തിച്ചു. വയസ്സായ അവസരത്തിൽ അവർ രണ്ടുപേർന്നിട്ട് ഒരാളെ അവൻ വയസ്സായ അവസരത്തിൽ എന്ത് ചെയ്തവര് രോഗിയായും വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങളിൽപ്പെട്ട് വിഷമിക്കുന്നവരായിട്ട് എത്തിച്ചു. രണ്ടിൽപ്പെട്ട ഒരാളെ എത്തിച്ചു. ഔകിലാഹുമാലി രണ്ടുപേരെ എത്തിച്ചു. രണ്ടുപേർക്കും ഇതിലെ സുഖമില്ല, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും പ്രയാസങ്ങളും ഒക്കെയാണ്. അങ്ങനെ എത്തിച്ചിട്ട് സുമ്മലം എതുഹുൽ ജന്നത്ത, അവർക്ക് ഇരുമത്ത് ചെയ്തവൻ സ്വർഗത്തിൽ പ്രവേശിച്ചില്ല. അങ്ങനത്തെ ഒരുത്തനോട് നാശം വന്നു ചേരട്ടെ, ഒരുത്തനക്ക് നാശം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ഈ പറഞ്ഞതെന്ന് വിശുദ്ധാസം പറഞ്ഞു. മുസ്ലിം. അപ്പൊ മാതാപിതാക്കളിൽപ്പെട്ട ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരുമോ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളിൽപ്പെട്ട് വിഷമങ്ങളിലും പ്രയാസങ്ങളിലുമായി നമ്മളുടെ അടുത്ത് കിട്ടി, അത് നേരത്തെ മരിച്ചുപോയില്ല. അങ്ങനെ അല്ലെങ്കിൽ ഒരാൾ നേരത്തെ മരിച്ചുപോയി, അയാൾക്ക് അങ്ങനെ അസുഖമൊന്നും പിടികിട്ടില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് മരണപ്പെട്ടു പോയതാണ്. അപ്പോൾ ഉമ്മായോ അല്ലെങ്കിൽ വാപ്പായോ, അതില് പിന്നെ എന്ത് ചെയ്ത് ശേഷിച്ചത് ഉമ്മ മാത്രമാണ്. അപ്പൊ ആ ഉമ്മ പിന്നെ എന്ത് ചെയ്തു, അങ്ങനെ ജീവിച്ചു കുറേ ആയി, വയസ്സായി, ഒന്നിനും വയ്യാത്തൊരവസ്ഥയിലെത്തി, വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങളിലൊക്കെ പെട്ട് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് അവർക്ക് ഇതുമത്ത് ചെയ്താലും സ്വർഗം മേടിക്കാതായി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് നാശമുണ്ടായിരിക്കട്ടെ എന്ന്